ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നടുക്കിക്കൊണ്ട് നിറത്തിന്റെ പേരിലും വസ്ത്രധാരണത്തിന്റെ പേരിലുമുള്ള ക്രൂരമായ അധിക്ഷേപങ്ങളെ തുടർന്ന് ദന്തൽ വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ കോളേജ് അധികൃതർക്കെതിരെ നിയമ നടപടി കർശനമാക്കി പോലീസ്. ചന്ദാപുര സ്വദേശിയും 23 വയസ്സുകാരിയുമായ യശസ്വിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് പ്രിൻസിപ്പലും 4 അധ്യാപകർക്കുമെതിരെയാണ് ബംഗളൂരു സൂര്യനഗർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബൊമ്മനഹള്ളിയിലെ പ്രശസ്തമായ ഓക്സ്ഫോർഡ് ഡെന്റൽ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന യശസ്വിനി പഠനത്തിൽ ഏറെ മിടുക്കിയായിരുന്നിട്ടും അധ്യാപകരിൽ നിന്ന് നേരിട്ട നിരന്തരമായ മാനസിക പീഡനങ്ങളാണ് ഇത്തരമൊരു കഴും കൈയിലേക്ക് അവരെ നയിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ വ്യാഴാഴ്ച സ്വന്തം വീട്ടിൽ വെച്ചാണ് യശസ്വിനി ആത്മഹത്യ ചെയ്തത്. ഒരു ഡോക്ടറാകാൻ ആഗ്രഹിച്ച പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾക്കും ജീവിതത്തിനും മേൽ കറുത്ത നിറത്തിന്റെ പേരിൽ വിവേചനം ചൊരിഞ്ഞ അധ്യാപകരുടെ ക്രൂരതയാണ് ഈ ദാരുണ സംഭവത്തിന് പിന്നിലെന്ന് ബന്ധുക്കളും സഹപാഠികളും ആരോപിക്കുന്നു. വിദ്യാർത്ഥിനിയുടെ മരണത്തിന് പിന്നാലെ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ അതീവ ഗൗരവകരമായ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു ഡോക്ടറാകാൻ യോഗ്യതയുള്ള മുഖമാണോ നിന്റേതെന്നും നിന്റെ കറുത്ത നിറം വെച്ചാണോ നീ രോഗികളെ ചികിത്സിക്കാൻ പോകുന്നത് തുടങ്ങിയ അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ ചോദ്യങ്ങൾ അധ്യാപകർ നിരന്തരം ചോദിച്ചിരുന്നതായി യശസ്വിനിയുടെ മാതാപിതാക്കൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പഠന കാര്യങ്ങളിൽ കൃത്യനിഷ്ഠ പാലിച്ചിരുന്ന യശസ്വിനി ഏതെങ്കിലും ഒരു ദിവസം അവധിയെടുത്താൽ പോലും അധ്യാപകർ ക്ലാസ് മുറിയിൽ വെച്ച് പരസ്യമായി അധിക്ഷേപിക്കുമായിരുന്നു. വസ്ത്രധാരണത്തിന്റെ പേരിലും രൂപത്തിന്റെ പേരിലും സഹപാഠികളുടെ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെടുന്നത് ആ പെൺകുട്ടിയുടെ ആത്മവിശ്വാസത്തെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു. ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി വിഭാഗത്തിൽ പഠിച്ചിരുന്ന യശസ്വിനി അധ്യാപകരുടെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ താങ്ങാനാവാതെ മാനസികമായി തകർന്നിരുന്നുവെന്ന് സഹപാഠികളും മൊഴി നൽകിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് ഒരു ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തിരുന്നു. എന്നാൽ അതിൽ ആരുടെയും പേര് നേരിട്ട് പരാമർശിച്ചിരുന്നില്ല. എങ്കിലും മകളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അവസാന ദിവസങ്ങളിൽ പ്രകടമായ മാറ്റങ്ങൾ അധ്യാപകരുടെ പീഡനം മൂലമാണെന്ന് യശസ്വിനിയുടെ അമ്മ പരിമള വെളിപ്പെടുത്തിയതോടെയാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. തന്റെ മകളുടെ കറുത്ത നിറത്തെ പരിഹസിച്ചും വസ്ത്രധാരണത്തെ കുറ്റപ്പെടുത്തിയും അധ്യാപകർ നടത്തിയിരുന്ന പരാമർശങ്ങൾ യശസ്വിനി വീട്ടിൽ പങ്കുവച്ചിരുന്നു. പഠനത്തിൽ മിടുക്കിയായിട്ടും പരീക്ഷാ ഫലങ്ങളെയും ഇന്റേണൽ മാർക്കിനെയും സ്വാധീനിക്കുമെന്ന് ഭയപ്പെടുത്തിയാണ് അധ്യാപകർ വിദ്യാർത്ഥികളെ മാനസികമായി തളർത്തിയിരുന്നത്. മാതാപിതാക്കളുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ കോളേജിലെ മറ്റു വിദ്യാർത്ഥികളും അധ്യാപകർക്കെതിരെ രംഗത്തെത്തുകയും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. ഇതോടെയാണ് പ്രിൻസിപ്പലിനും 4 അധ്യാപകർക്കുമെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും നിലനിൽക്കുന്ന വർണ്ണവിവേചനത്തിന്റെയും മാനസിക പീഡനങ്ങളുടെയും ഭീകര മുഖമാണ് ഈ സംഭവം തുറന്നു കാട്ടുന്നത്. വിദ്യാർത്ഥികളെ നേർവഴിയിലേക്ക് നയിക്കേണ്ട അധ്യാപകർ തന്നെ അവരുടെ ശാരീരിക പ്രത്യേകതകളെ പരിഹസിക്കുന്നത് നിയമപരമായും ധാർമ്മികമായും വലിയൊരു കുറ്റമാണ്. യശസ്വിനിയുടെ മരണം കേവലം ഒരു ആത്മഹത്യ അല്ലെന്നും അത് അധ്യാപകർ ചേർന്ന് നടത്തിയ കൊലപാതകത്തിന് തുല്യമാണെന്നുമാണ് സോഷ്യൽ മീഡിയയിലടക്കം ഉയരുന്ന പ്രതിഷേധം. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ സമ്മർദ്ദർക്ക് പുറമെ അധ്യാപകരിൽ നിന്നുള്ള ഇത്തരം വിവേചനങ്ങൾ കൂടി ഉണ്ടാകുന്നത് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നു. ഈ കേസിൽ അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുകയാണെന്നും കുറ്റാരോപിതരായ അധ്യാപകരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നും സൂര്യനഗർ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനാണ് സാധ്യത.